നഴ്സിംഗ് ഡയറക്ടറി പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ LBS ആപ്ലിക്കേഷൻ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉള്ള സമയമാണ് വരുന്നത്. അപ്പോൾ പുതുതായിട്ട് അഡ്മിഷൻ എടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ഈ പറയുന്ന രീതിയിൽ അവരുടെ കറക്ഷൻസ് എല്ലാം ചെയ്യേണ്ട ഒരു സമയമായിട്ടാണ് ഇപ്പോൾ നിലവിൽ കിട്ടിയിരിക്കുന്ന അപ്ഡേറ്റ്സ്. ജൂലൈ മാസം 11-ാം തീയതി മുതൽ 14-ാം തീയതി വരെയാണ് ഇതിനുള്ള സമയം നൽകുക. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ പ്രൊഫൈൽ പേജിൽ ലോഗിൻ ചെയ്ത് നോക്കി അതിൽ എന്തെങ്കിലും റിമാർക്സുകൾ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ റിമാർക്സുകൾ ഉള്ള കുട്ടികൾ മാത്രമാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ കറക്ഷൻസ് ആയിട്ട് നൽകേണ്ടതായിട്ട് വരിക. ഉദാഹരണമായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്തതിന് ശേഷം എന്തെങ്കിലും എറേഴ്സോ മിസ്റ്റേക്കുകളോ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റി റീ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു സമയമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അപ്പോൾ നിരവധിയായിട്ടുള്ള റിസർവേഷൻ ക്ലെയിമുകൾ ഇപ്പോൾ NCL ആയിക്കോട്ടെ, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ, ഇൻകം സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ, അങ്ങനെ നിരവധിയായിട്ടുള്ള ക്ലെയിമുകൾക്ക് വേണ്ടി സർട്ടിഫിക്കറ്റുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും വ്യക്തതയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മാറ്റി അപ്ലോഡ് ചെയ്യേണ്ട ഒരു സമയമാണ് ജൂലൈ മാസം 11 മുതൽ 14 വരെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്തിൽ നിങ്ങൾ പ്രൊഫൈൽ പേജിൽ ലോഗിൻ ചെയ്ത് വീണ്ടും നിങ്ങൾ ആ ഒരു ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ മാറ്റി നൽകേണ്ടതായിട്ടുണ്ട്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതുവരെയും ഏതെങ്കിലും റിസർവേഷൻസ് നിങ്ങൾ നൽകിയിട്ടില്ലെങ്കിൽ പുതുതായിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളതാണ് ഇതിനകത്ത് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഓൾറെഡി നിങ്ങൾ ഏതെങ്കിലും റിസർവേഷൻസ് നൽകിയിരിക്കുന്ന കുട്ടികൾക്ക് കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് മാത്രമായിരിക്കും ഈ ഒരു സമയം പരിഹരിക്കുവാൻ സാധിക്കുക. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻസ് അല്ലെങ്കിൽ ഈ ഒരു കറക്ഷൻ ടൈം കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യപ്പെടുക. അപ്പോൾ എന്നാൽ മാത്രമേ കുറച്ചും കൂടി നമ്മുടെ വ്യക്തത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എത്രത്തോളം കുട്ടികളാണ് ടോപ്പ് മാർക്കിലുള്ളത്, അതല്ലെങ്കിൽ ഓരോ റിസർവേഷൻ കാറ്റഗറിയിലും വരുന്നതെന്നൊക്കെ നമുക്ക് ആ ഒരു സമയത്തായിരിക്കും നമുക്ക് കൂടുതലായിട്ട് അറിയാൻ സാധിക്കുക. അതുപോലെ തന്നെ മാനേജ്മെന്റ് സീറ്റുകളിലേക്കുള്ള ആപ്ലിക്കേഷൻസ് ഇപ്പോഴും ഓപ്പൺ ആണ്. ഇപ്പോൾ AMC SFNC ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷൻ, PNC മൈക്ക് പ്രൈവറ്റ് മാനേജ്മെന്റ് അസോസിയേഷൻ തുടങ്ങിയുള്ള അസോസിയേഷൻ വഴിയുള്ള മാനേജ്മെന്റ് സീറ്റുകളിലേക്കുള്ള ആപ്ലിക്കേഷൻസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും അപ്ലൈ ചെയ്യാത്ത കുട്ടികൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് PNC മൈക്കിലേക്ക് CBSE ICSE സ്റ്റുഡൻസിനും 10% ബോണസ് മാർക്ക് ഈ ഒരു വർഷവും ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അത് നൽകിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു വർഷം അത് 10% ബോണസ് മാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ 85% മാർക്കുള്ള കുട്ടികൾക്കും 8.5% കൂടെ വരുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 93.5% PNC മൈക്കിൽ മാനേജ്മെന്റിന്റെ റാങ്ക് ലിസ്റ്റുകൾ തയ്യാറാക്കുമ്പോൾ അവർക്ക് ലഭിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ CBSE ICSE സ്റ്റുഡൻസിനെല്ലാം തന്നെ വളരെയധികം ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും PNC മൈക്ക് വഴി അഡ്മിഷൻസ് എടുക്കുക എന്നുള്ളത്. ഇവിടെ ഒന്നും നമ്മൾ ഡൊണേഷൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. അപ്പോൾ ഇതുവരെ നിങ്ങൾ കേരളത്തിലേക്ക് ആപ്ലിക്കേഷൻസ് മാനേജ്മെന്റ് സീറ്റിലേക്ക് നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം അത് യൂട്ടിലൈസ് ചെയ്യുക. 15-ാം തീയതി ഏകദേശം ഈ പറയുന്ന 15-ാം തീയതിയോടുകൂടെയൊക്കെ തന്നെ ഇതിന്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ എത്രയും വേഗം തന്നെ കംപ്ലീറ്റ് ചെയ്യാത്ത കുട്ടികൾ അപ്ലൈ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.